നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഫസ്റ്റ് റൗണ്ട് പൂർത്തീകരിച്ചപ്പം ഇതിനകത്ത് നെവിന് എപ്പോഴും അനുവിനോട് പിന്നെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തികട്ടി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. നെവിൻ തോറ്റാൽ സാരമില്ല, അനുമോൾ ജയിക്കരുതെന്ന് മാത്രമേ നെവിനുള്ളൂ. നെവിൻ ജയിക്കണമെന്നില്ല. അനുമോൾ എപ്പോഴും കുറ്റം പറച്ചിലാണ്, ടാസ്ക് ചെയ്യുന്നില്ല എന്ന്. എന്നിട്ട് ആദ്യം ഇറങ്ങിപ്പോയത് നെവീന. ചക്ക വെട്ടിയിട്ട പോലെയായിരുന്നു വീണത് അനീഷ് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇറങ്ങി പുറത്തിരുന്നിട്ട് അനുമോളുടെ കുറ്റം കണ്ടുപിടിക്കലാണ് നെവിൻ്റെ പ്രധാന പരിപാടി. അവിടെ ഇരുന്നിട്ട് അനുമോളെ നീ അങ്ങനെ നിൽക്കുക, അനുമോളെ നീ നിൽക്കുന്നത് ശരിയല്ല, ഇത് ഫെയർ അല്ല, ഞാനിവിടെ എന്താണ്ട് ഉണ്ടാക്കാൻ വന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് ആണ് ഇതിൻ്റെ വിധികർത്താവ്, അല്ലാതെ ഇവരാരും ക്യാപ്റ്റന്മാരാരുമല്ല. അപ്പം നെവിൻ പറയാണ് ഇവൾ എന്തുവാ കാണിക്കുന്നത്, ഇറങ്ങ്, നീ തോറ്റുപോയി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. റെസ്റ്റ് പൊസിഷനിലാണ് നീ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ആര്യനെ എത്രയോ വട്ടം അത് ചെയ്തു, അതിൻ്റെ മിണ്ടിയില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെ നീ റെസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നെവിൻ തോറ്റതല്ലേ, മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് ഇടപെട്ടു. നിൻ്റെ അടുത്ത് പറഞ്ഞത് നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് നെവിൻ്റെ അടുത്ത് ഷാനവാസ് പറഞ്ഞു. അപ്പം നെവിൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസ് പറഞ്ഞത്. അപ്പം ഷാനവാസ് പറഞ്ഞു അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത്, കാരണം ബിഗ് ബോസ് ആണ് ഇവിടുത്തെ വിധികർത്താവ്. അവരെങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, തെറ്റാണോ ശരിയാണോ എന്നൊക്കെ പറയാനുള്ള അധികാരം ബിഗ് ബോസിനാണ്, നിനക്കല്ല. നീ നിൻ്റെ കാര്യം നോക്കി അവിടെ ഇരിക്കും എന്ന് ഷാനവാസും പറയുന്നുണ്ട്. നെവിനെക്കാട്ടിലൊക്കെ എത്രയോ കൂടുതൽ അവിടെ നിന്ന പലരെക്കാട്ടിലും ആണുങ്ങൾ പലരും മത്സരിച്ച് എല്ലാവരെക്കാട്ടിലും കൂടുതൽ നിന്ന് ഈവൻ ആദിലെ പോയി ലാസ്റ്റിൽ. അത് കഴിഞ്ഞ് നൂറയ്ക്കും നമ്മുടെ ആര്യനും സാബുമാനും ഒപ്പം അനുമോൾ കുറേ നേരം പിടിച്ച് നിന്നതിന് ശേഷമാണ് അനുമോൾ ഇറങ്ങിപ്പോയത്. എന്തായാലും നെവിനെക്കാട്ടി ബെറ്ററായിട്ട് അവിടെ ഗെയിം കളിക്കുന്നത് അനുമോൾ തന്നെയാണ്.